ദൈവഗണം നമ്മൾ കുറച്ച് ദിവസമായി വല്ലാതെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇത് സത്യത്തിൽ എന്താണ്? അത് വന്നതോടുകൂടി ദൈവഗണം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞതോടുകൂടി ചില ആളുകൾ എഡിറ്റോറിയൽ വരെ എഴുതി, ഇനി ഒരു ദൈവത്തിന് എന്തിനാണ്? ദൈവ കണം തന്നെ കണ്ടുപിടിച്ചു. അവന്റെ ദൈവം എന്ന് പറഞ്ഞാല് ഈ കണം കൂട്ടി വെച്ച എന്തോ ഒരു സാധനമാണ് ദൈവം എന്നുള്ളത്. യഥാർത്ഥത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന വലിയൊരു അപകടമുണ്ട്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നാറുണ്ട്, ഇതെല്ലാം ഇങ്ങനെ വായിക്കുമ്പോൾ, പത്രങ്ങളിലെ ഈ മീഡിയകളിലെ റിപ്പോർട്ട് കാണുമ്പോൾ, ജേർണലിസം പഠിച്ച ആളുകൾ പലപ്പോഴും ഈ സയൻസ് പഠിച്ചിട്ടാവില്ല ജേർണലിസത്തിന് പോയിട്ടുണ്ടാവും. ജേർണലിസ്റ്റുകളാണ് ഈ ഇത് റിപ്പോർട്ട് ചെയ്യുക. അവർക്ക് ഈ സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നിട്ട് അവരിത് ഇങ്ങോട്ട് പറയുന്നത് കേട്ടാൽ ഇതാ പടച്ചോൻ കഴിഞ്ഞു എന്നുള്ള രൂപത്തിൽ. യഥാർത്ഥത്തിൽ എന്താണ് ഈ സാധനം? ദൈവഗണം എന്നുള്ള പേരെന്നൊരു തമാശയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ വേണ്ടി ഒരുപാട് സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ ഇപ്പോഴുള്ള സിദ്ധാന്തത്തിനൊന്നും കഴിയുന്നില്ല. ഐൻസ്റ്റൈന്റെ റിലേറ്റിവിറ്റി സിദ്ധാന്തങ്ങൾ, 2 സിദ്ധാന്തങ്ങൾ, അതിനുശേഷമുള്ള ഹീസിൻബർഗിന്റെ അൺസർട്ടനിറ്റി സിദ്ധാന്തം, അതിനുശേഷമുള്ള 12ഓളം മാനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള തന്ത്രി സിദ്ധാന്തം. ഇങ്ങനെ ഈ സിദ്ധാന്തങ്ങൾക്കൊന്നും പ്രപഞ്ചത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രപഞ്ചത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തത്തിന്റെ പേരാണ് സ്റ്റാൻഡേർഡ് മോഡൽ. സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന വസ്തുക്കളെല്ലാം 12 കണങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഈ 12 കണങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് എന്നത് വസ്തുതയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ കഴിയുന്ന ഒരു നല്ല സിദ്ധാന്തമായി സ്റ്റാൻഡേർഡ് മോഡൽ മാറും. അപ്പോ എന്നാൽ ഈ 12 കണങ്ങളെയും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലൊരു കണം, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സ്വഭാവം, എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ട് എന്നുള്ളത്. ഇതെല്ലാം വേണ്ടത്രയായിട്ട് മനസ്സിലാണെങ്കിൽ ഒരു ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് വേണം കേട്ടോ. ഒന്നിങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാവും. എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ട് എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ആ ഭാരം നൽകുന്ന ഒരു കണം, ആ കണത്തിനാണ് ഒരു ബോസോൺ ആണത്. അത് ഹിഗ്സ് ബോസോൺ എന്ന് പേരിട്ടത്. കാരണം ഹിഗ്സ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ആ കണത്തെ കുറിച്ച് വിശദീകരിച്ചത്. ആ ഹിഗ്സിന്റെ ബോസോൺ എന്നുള്ള അർത്ഥത്തിൽ ഹിഗ്സ് ബോസോണിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോ എന്താണ്, ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും ഭാരം കൊടുക്കുന്ന സാധനമാണത്. പക്ഷേ അതിനെ സ്വതന്ത്രമായിട്ട് നമുക്ക് കിട്ടൂല. ഒരു സാധനത്തിന് പഠിക്കണമെങ്കിൽ സ്വതന്ത്രമായിട്ട് ഒന്ന് കിട്ടണമല്ലോ, അല്ലാതെ പഠിക്കാൻ കഴിയില്ലല്ലോ. ആ സ്വതന്ത്രമായി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലെ അതേ അവസ്ഥ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം. അന്ന് നിലനിന്നിരുന്നു, പക്ഷേ പദാർത്ഥം ഉണ്ടായതോടുകൂടി ഹിഗ്സ് ബോസോൺ ഇതിൽ ലയിച്ചു പോയി എന്നാണ് സിദ്ധാന്തം പറയുന്നത്. അപ്പോ പ്രപഞ്ചത്തിന്റെ തുടക്കത്തെ പുനഃസൃഷ്ടിക്കാൻ കഴിയണം, എങ്കിൽ മാത്രമാണ് ഹിഗ്സ് ബോസോണെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചുള്ള ചർച്ചകൾ, പ്രപഞ്ചത്തിന്റെ തുടക്കത്തെ പുനഃസൃഷ്ടിക്കാൻ എന്നാൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതാണ് എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നപ്പോ ഒരു ശാസ്ത്രജ്ഞൻ ഇതിനെക്കുറിച്ച് എഴുതിയപ്പോ ഈ കണത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി ഗോഡാം പാർട്ടിക്കിൾ. ഗോഡാം പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നശിച്ച സാധനം, അങ്ങനെ ഉണ്ടല്ലോ, ഒരു എട്ടങ്ങാറടിച്ച സാധനം നമ്മൾ പറയില്ലേ, അങ്ങനെ ആ ഒരു പ്രയോഗമാണ് ഇത്. ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഡിറ്റർ അടുത്ത് കിട്ടിയപ്പോ എഡിറ്റർക്ക് ഇങ്ങനെ ഗോഡാം പാർട്ടിക്കിൾ നടക്കുമ്പോൾ ഇവർക്ക് ഒരു ഹരം തോന്നി, ഡാമിനെ അങ്ങോട്ട് വെട്ടി എന്നിട്ട് ഗോഡ് പാർട്ടിക്കിൾ മുമ്പിലാക്കി. ഇങ്ങനെയാണ് ഗോഡ് പാർട്ടിക്കിൾ ഉണ്ടാവുന്നത്. ഈ ഗോഡ് പാർട്ടിക്കിൾ എന്ന സംഭവം എഴുതി പുറത്തു വന്നു. അത് വന്നപ്പോ ചില ശാസ്ത്രജ്ഞന്മാർക്ക് ഇതൊരു ഹരായി തോന്നി ചെയ്തു. കാരണം എന്താ വെച്ചാൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു തരക്കേടില്ലാത്ത പേരാ. കാരണം എല്ലായിടത്തും ഉണ്ട് ഈ പാർട്ടിക്കിൾ, ഇവരെ സിദ്ധാന്തം അനുസരിച്ച്, സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച്. പക്ഷെ എവിടെയും കാണാൻ പറ്റുന്നില്ല. എല്ലായിടത്തും ഉണ്ട്, എവിടെയും കാണാൻ പറ്റുന്നില്ല. ദൈവത്തിന് പറ്റിയ ദൈവഗണം അത് നല്ലൊരു പേരാണ് എന്ന് അവർ പറഞ്ഞും ചെയ്തു. അങ്ങനെയാണ് ഈ പദം അവിടെ നിന്നത്. അതല്ലാതെ ദൈവവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് ഇത് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന
നിങ്ങൾക്കറിയാലോ LHC നിർമ്മിച്ചിട്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ പ്രോട്ടോണിനെ പായിച്ചിട്ട് ആ പ്രോട്ടോൺ ബീമുകളെ തമ്മിലിടിപ്പിച്ചിട്ട് പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ അതേ അവസ്ഥ സൃഷ്ടിച്ചിട്ട് അവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നാണ് നോക്കിയത്. അങ്ങനെ അത് ഉണ്ടായി എന്ന് 99% ഉറപ്പിച്ചിട്ട് 2-3 ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതുവഴി നമുക്ക് കിട്ടാൻ പോകുന്നത് പ്രപഞ്ചത്തിന്റെ തുടക്കത്തെ കുറിച്ച നമുക്ക് ഇതുവരെ ഇല്ലാത്ത അറിവുകൾ ചിലപ്പോൾ കിട്ടിയേക്കും. അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഘടനയെ കുറിച്ച പുതിയ അറിവുകൾ ലഭിച്ചേക്കും. ഇത് മാത്രമാണ് ഇവിടെ ഉള്ളൂ. സ്റ്റാൻഡേർഡ് മോഡൽ ശരിയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവ് കുറെ കൂടി സത്യസന്ധമായി മാറും. കുറച്ചു കാലത്തിന് കേട്ടോ, ഇതെല്ലാം കുറെ മുമ്പ് ഇതെല്ലാം സത്യസന്ധമായതാണ്. കാരണം ഞാൻ പറയുന്നത് ഐൻസ്റ്റൈൻ ഇത് അവതരിപ്പിച്ച് ഐൻസ്റ്റൈന്റെ സിദ്ധാന്തം കൊണ്ട് വന്നു, അതിന്റെ ചർച്ച കണ്ട് കഴിഞ്ഞപ്പോ പ്രപഞ്ചത്തെ മുഴുവൻ വിശദീകരിച്ചു കഴിഞ്ഞ് ഇനി ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചാണ്. അതിനുശേഷം ക്വാണ്ടം തിയറി വന്നു, അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ മറ്റ് സിദ്ധാന്തങ്ങൾ വന്നു. ഇപ്പൊ അവസാനം സ്റ്റാൻഡേർഡ് മോഡലിൽ നമ്മൾ എത്തി നിൽക്കുന്നു. പക്ഷെ ഈ സ്റ്റാൻഡേർഡ് മോഡലിലും നമ്മൾ അത്ഭുതകരമായ ചില സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ഒരു അടിസ്ഥാനപരമായ ഇണയുണ്ട് എന്നും ഈ എല്ലാ കണങ്ങളുടെയും അടിസ്ഥാന ഇണ ആ ഇണയെ കണ്ടെത്തുന്നതിനു വേണ്ടി കൂടിയാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലെ പരീക്ഷണം. ഇത് ഹിഗ്സ് ബോസോണുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ഈ സൂപ്പർ സിമ്മട്രിക് ഇണ എന്ന് നമുക്ക് മനസ്സിലാകും. സൂപ്പർ സിമെട്രിക് ഇണ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നാറുണ്ട് ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ശാസ്ത്ര ലേഖനങ്ങളിലെ ആ ഒരു പരാമർശം കാണുമ്പോൾ. കാരണം എന്താന്ന് വെച്ചാൽ അത്ഭുതകരമായ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം, ഈ പദാർത്ഥത്തെ കുറിച്ചുള്ള പഠനങ്ങൾ മുഴുവൻ അതിന്റെ തുടക്കം മുതലേ ഒരു ഇണകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. നമ്മൾ ആദ്യം ആറ്റത്തെ കുറിച്ച് പഠിച്ചു. ആറ്റം ഇലക്ട്രോണും പ്രോട്ടോണും ആണ് ഇത് മനസ്സിലായി. ഇലക്ട്രോൺ പ്രോട്ടോൺ പോസിറ്റീവും നെഗറ്റീവും, അപ്പോൾ 2 ഇണകളാണ്. ആ ഇലക്ട്രോണിനെ കുറിച്ച് പഠിച്ചു. ഇലക്ട്രോണിനെ കുറിച്ച് പഠിച്ചപ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലായി അതിൽ തരംഗ സ്വഭാവവും തരംഗ സ്വഭാവവും അതേപോലെ തന്നെ കണികാ സ്വഭാവവും സമർത്ഥമായി ഇണചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന്. പ്രോട്ടോണിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അതിൽ കോർക്കുകളും ആന്റി കോർക്കുകളുമായ ഇണകളുണ്ട് എന്ന്. അവ തമ്മിൽ വേറെടുത്താൻ കൂടി പറ്റാത്ത ടൈപ്പ് ഇണയാണെന്നാണ്. അത്ര വലിയ പങ്ക് എന്താണ് അതിന് പറയാ, ഇൻഫ്രാറെഡ് സ്ലൈവറി. ഇനി അതെല്ലാം പോയിട്ടാണ് ഇപ്പൊ അതിനേക്കാളും സൂക്ഷ്മമായ ഹിഗ്സ് ബോസോണിനെ പോലെയുള്ള ബോസോണിനെയും കുറിച്ചും പയോണിനെയും എല്ലാം കുറിച്ചുള്ള പഠനം പോകുന്നത്. അവിടെയും ഇണയെ തേടുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്. ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്തു യാസീനിലെ 36-ാമത്തെ വചനം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. വല്ലാത്തൊരു വചനമാണ്. പടച്ചവൻ എത്ര പരിശുദ്ധൻ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എന്തൊക്കെയുണ്ടോ അതിൽ മുഴുവനും ഇണകളെ സൃഷ്ടിച്ചവൻ. എന്നിട്ട് പറയാണ് മിമ്മാ തുംബിതുൽ അർദ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വളർന്നു വരുന്ന സസ്യങ്ങളിൽ, വമിൻ അൻഫുസിഹിം, മനുഷ്യരിൽ അവന്റെ സ്വന്തം ആത്മാവിൽ, വമിമ്മാ ലാ യഅലമൂൻ, അവർക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളിൽ. ഹിഗ്സ് ബോസോൺ കണ്ടുപിടിക്കുമ്പോഴും സ്റ്റാൻഡേർഡ് മോഡൽ ശരിയാണെന്ന് സ്ഥിരീകരിക്കുമ്പോഴും പുതിയ ഇണകളെ തേടുന്നു ശാസ്ത്രലോകം. പരിശുദ്ധ ഖുർആനിന്റെ അജയ്യത വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കപ്പെടുന്നു ഇവിടെ എന്ന് നമ്മൾ അറിയുക. ഇവിടെ എന്താണ് ഇതുകൊണ്ട് കാര്യം എന്നാണ് ചോദ്യം. തീർച്ചയായും പഠനങ്ങൾ നടക്കുമ്പോൾ കാര്യങ്ങൾ ഉണ്ടാകും. അതിന്റെ ഉപോൽപ്പന്നങ്ങളായിട്ടാണ് നമുക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടാവുക. ഇപ്പൊ എങ്ങനെ ഇന്റർനെറ്റ് ഉണ്ടായത്? എങ്ങനെ ഇന്റർനെറ്റ് കൊണ്ട് എന്താ ഗുണമുണ്ടായത്? ആർക്കാ ഗുണമുണ്ടായത്? ആർക്കാ ഗുണം ഉണ്ടാകാത്തത് എന്ന് ചോദിക്കുന്നതായിരിക്കും ശരി. പക്ഷെ എങ്ങനെ ഇന്റർനെറ്റ് വരുന്നത് ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ നിന്നുള്ള ആ പഠനങ്ങൾക്കിടക്ക് അതിൽ ഉത്ഭവോൽപ്പന്നമായിട്ടുണ്ടായി വന്നതാണ്. അതേപോലെ തന്നെയാണ് ഇൻഫർമേഷൻ ഹൈവേയും. നമ്മുടെ ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈല്
ഇല്ലാത്തത് എന്ന് ഒന്നിലധികം മൊബൈലുള്ള ആളുകളുടെ എണ്ണമായിരിക്കും ചിലപ്പോൾ കൂടുതൽ. അപ്പോ എങ്ങനെയാണ് ഇത് വന്നത്? മൊബൈൽ എന്നുള്ളൊരു സംഭവം വന്നത് എന്താ? മൊബൈൽ ഉണ്ടാക്കാൻ വേണ്ടി ഗവേഷണം നടത്തിയതല്ല, മറിച്ച് ഈ പ്രപഞ്ച പഠനവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷന്റെ പുതിയ തലങ്ങളിലേക്ക് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ കോടികൾ ചെലവായാലും ഇത്തരം ഗവേഷണങ്ങൾ വഴി മനുഷ്യരാശിക്ക് പുതിയ ഫലങ്ങൾ ഉണ്ടാകും, സാങ്കേതിക വിദ്യ വികസിക്കും. അവിടെയെല്ലാം വികസിക്കുമ്പോൾ എല്ലാം നമുക്ക് വെളിച്ചമായി, നമുക്ക് മാർഗദർശനമായി, നമുക്ക് ശരിയും തെറ്റും വേർതിരിക്കുന്നതായി പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് നമ്മളോടൊപ്പം ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ അവ മാത്രമാണ് തെറ്റുപറ്റാത്ത, മനുഷ്യരുടെ കൈകടത്തലുകൾ നടക്കാത്ത, മനുഷ്യർക്ക് മുഴുവനും മാർഗദർശനം നൽകുന്ന അടിസ്ഥാനപരമായ സ്രോതസ്സുകൾ. അവയെ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.